നമസ്കാരം. HSA നാച്ചുറൽ സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു ശാസ്ത്രത്തിൻ്റെയും പ്രാധാന്യം എന്ന് പറയുന്നത് അതിനകത്തെ കണ്ടുപിടുത്തങ്ങളാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കണ്ടുപിടുത്തങ്ങളാണ് ആ ശാസ്ത്രത്തെ വളർത്തിയെടുക്കുന്നത്. ഓരോ കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ തുടർച്ചയായി വരുന്ന മറ്റു കണ്ടുപിടുത്തങ്ങളും ഒക്കെയാണ്. അങ്ങനെയാവുമ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടാം. ആദ്യമായി വില്യം ഹാർവി. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും വില്യം ഹാർവിയെ കുറിച്ച്. ശരീരധർമ്മശാസ്ത്രത്തിന്റെ പിതാവാണ് വില്യം ഹാർവി. അദ്ദേഹം 1628 ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ഡി മോട്ടു കോർഡിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എക്സസൈറ്റേഷൻ അനാറ്റമിക്ക ഡി മോട്ടു കോർഡിസ് എറ്റ് സാങ്വിനിസ് ഇൻ അനിമാലിമെന്റ്സ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഇരട്ട പര്യനത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. പാമ്പുകളിൽ നടത്തിയ പരീക്ഷണത്തിന്റെ ഫലമായി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഈ എക്സസൈറ്റേഷൻ അനാറ്റമിക്ക ഡിമോട്ടു കോർഡിസ് എറ്റ് സാങ്വിനിസ് ഇൻ അനിമാലിമെന്റ്സ്. ഡിമോട്ടു കോർഡിസ് എന്ന പേരിലാണ് ആ പുസ്തകം അറിയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1628 എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ആ പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായത്. അതിനെ പിന്തുടർന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന എല്ലാ സർക്കുലേഷനും, ദ്വിപര്യനവും അതുപോലെ പല ഇരട്ട പര്യനവും അല്ലെങ്കിൽ ഒറ്റ പര്യനം, സിംഗിൾ പര്യനം ഒക്കെ നമ്മൾ ഏകപര്യനം ഒക്കെ നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ പര്യനത്തെക്കുറിച്ചൊരു അടിസ്ഥാനമിട്ട വില്യം ഹാർവിയാണ് ശരീരധർമ്മശാസ്ത്രം അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജിയുടെ പിതാവ്. ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിനെ കുറിച്ച് പറയുമ്പോൾ പരിണാമശാസ്ത്രത്തിന്റെ പിതാവാണ് ചാൾസ് ഡാർവിൻ. പരിണാമശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഘടനയിൽ നിന്ന് വളരെ സങ്കീർണമായ ഘടനയിലേക്കുള്ള വളരെ പതുക്കെയുള്ള ഒരു മാറ്റത്തെയാണ് നമ്മൾ പരിണാമം എന്ന് പറയുന്നത് അല്ലേ. പരിണാമം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. അതായത് 5 വർഷത്തോളം HMS ബീഗിൾ എന്ന കപ്പലിൽ യാത്ര ചെയ്ത് അദ്ദേഹം ഗാലപ്പാഗോസ് ഐലൻഡിൽ എത്തുകയുണ്ടായി. ഈ ഗാലപ്പാഗോസ് ഐലൻഡ് എന്ന് പറയുന്നത് ട്രഷർ ഓഫ് ഇവല്യൂഷൻ, പരിണാമത്തിൻ്റെ നിധി എന്നും പരിണാമത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നും ഒക്കെ അറിയപ്പെടുന്ന ഗാലപ്പാഗോസ് ഐലൻഡിൽ എത്തുകയുണ്ടായി. ക്രാഡിൽ ഓഫ് ഇവല്യൂഷൻ, ട്രഷർ ഓഫ് ഇവല്യൂഷൻ എന്നൊക്കെയാണ് നമ്മുടെ ഗാലപ്പാഗോസ് ഐലൻഡ് അറിയപ്പെടുന്നത്. HMS ബീഗിൾ എന്ന കപ്പലിൽ 5 വർഷത്തോളം യാത്ര ചെയ്ത് ഗാലപ്പാഗോസ് ഐലൻഡിലെത്തി അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഓവർ പ്രൊഡക്ഷൻ. നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമാവുകയാണെങ്കിൽ അമിതോൽപാദനം ഉണ്ടാവുമെന്നും അതിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുവെന്നും. സെക്കൻഡ് തോട്ടാണ് വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻ. ഈ വ്യതിയാനങ്ങൾ ചിലത് അനുകൂലമായതും ചിലത് പ്രതികൂലമായതുമായിരിക്കും. അനുകൂലമായ വ്യതിയാനങ്ങളുള്ളവ തുടർന്ന് ജീവിക്കുമെന്നും പ്രതികൂലമായ വ്യതിയാനങ്ങളുള്ളവ നശിച്ചു പോകുമെന്നും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ. അടുത്തതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അതായത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം അല്ലേ. നമ്മളും ഒരർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഒരു റൂമിനകത്ത് 10 പേരെയാണ് കൊള്ളുന്നതെങ്കിൽ അവിടെ 100 പേരെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ എത്ര അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിലും ബാക്കിയുള്ള 90 പേരെ നമ്മൾ പുറത്താക്കും. അതുപോലെ തന്നെയാണ് ഈ പ്രകൃതിയിൽ വായുവിനും വെള്ളത്തിനും ഒക്കെ വേണ്ടിയിട്ട് ആൾക്കാർ തമ്മിൽ സ്ട്രഗിൾ ഉണ്ടാവും. സ്ട്രഗിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ആരാണോ സർവൈവ് ചെയ്യാൻ ഫിറ്റായിട്ടുള്ള ആൾക്കാർ അവർ മാത്രമേ ഈ പ്രകൃതിയിൽ സർവൈവ് ചെയ്യാറുള്ളൂ അല്ലേ. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കഴിഞ്ഞാൽ അടുത്തതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ദോസ് ഹു ആർ ഫിറ്റ് ഫോർ സർവൈവൽ. സർവൈവലിന് ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്നത്. സർവൈവലിന് ഫിറ്റായിട്ടുള്ളത് ആരാണെന്ന് ആരാ തീരുമാനിക്കുന്നത്? പ്രകൃതി അല്ലേ. ദറ്റ് ഈസ് നോൺ ആസ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണം. അത് കഴിയുമ്പോഴാണ് പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നത്. പുതിയ അനുകൂലനങ്ങളോടുകൂടിയ പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നു. ദറ്റ് ഈസ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ക്ലിയർ ആയല്ലോ? ചാൾസ് ഡാർവിനെ കുറിച്ച് മനസ്സിലായല്ലോ. ചാൾസ് ഡാർവിൻ, HMS ബീഗിൾ, ഗാലപ്പാഗോസ് ഐലൻഡിനെ ക്രാഡിൽ ഓഫ് ഇവല്യൂഷൻ അല്ലെങ്കിൽ ട്രഷർ ഓഫ് ഇവല്യൂഷൻ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെ ക്രോഡീകരിച്ചാൽ ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ഇനി മറ്റൊരു സയൻറ്റിസ്റ്റിനെ പരിചയപ്പെട്ടാലോ? ഗ്രിഗർ മെൻഡൽ. എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ജോൺ ഗ്രിഗർ മെൻഡൽ.
ജോൺ ഗ്രിഗർ മെൻഡലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായ ജോൺ ഗ്രിഗർ മെൻഡൽ 1865 മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ എന്ന പേപ്പർ പ്രസൻറ്റ് ചെയ്തത്. അദ്ദേഹം ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ജീൻ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അദ്ദേഹം അതിനെ ഫാക്ടർ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ പൈസം സറ്റേവം അഥവാ ഗാർഡൻ പീ പ്ലാന്റിലാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത്. ഗാർഡൻ പീ പ്ലാന്റ്സ് സയൻറ്റിഫിക് നെയിം പൈസം സറ്റേവം. അതിൽ 7 പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് എടുത്തത്. ഒന്ന്, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, കളർ ഓഫ് ദ സീഡ്, കളർ ഓഫ് ദ പോഡ്, കളർ ഓഫ് ദ ഫ്ലവർ, ഷേപ്പ് ഓഫ് ദ സീഡ്, ഷേപ്പ് ഓഫ് ദ പോഡ്, പൊസിഷൻ ഓഫ് ദ ഫ്ലവർ. ഈ 7 ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. 1865 പേപ്പർ പബ്ലിഷ് ചെയ്തെങ്കിലും പാവം അദ്ദേഹത്തിന് ആരും അംഗീകരിച്ചില്ല. ബയോളജിക്കും കാര്യം അംഗീകരിച്ചില്ല, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു, എന്നാൽ മാത്തമാറ്റിക്സ് കാര്യം അംഗീകരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 1900 ജോൺ ഗ്രിഗർ മെൻഡലിൻ്റെ കണ്ടുപിടുത്തങ്ങൾ റീഡിസ്കവർ ചെയ്യുകയുണ്ടായത്. ഷെർമാർക്ക്, കോറൻസ്, ഹ്യൂഗോ ഡീവറിസ് ഇവർ 3 പേരും കൂടെ ചേർന്നാണ് ജോൺ ഗ്രിഗർ മെൻഡലിൻ്റെ കണ്ടുപിടുത്തങ്ങളെ റീഡിസ്കവർ ചെയ്തത്. അതും എത്രയോ വർഷങ്ങൾക്ക് ശേഷം 1900. എങ്കിലും നമ്മൾ അദ്ദേഹത്തെ മറക്കാൻ പാടില്ല. ജോൺ ഗ്രിഗർ മെൻഡൽ ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. ജനിതക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളിലേക്ക് ചില സ്വഭാവങ്ങൾ വ്യാപരിക്കുന്നു. അതിനെ നമ്മൾ ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നു. എന്നാൽ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ ചില സ്വഭാവങ്ങൾ കുട്ടികൾക്കുണ്ടാവാം. അതിനെ നമ്മൾ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് വിളിക്കുന്നു. ഈ ഹെറിഡിറ്റി, പാരമ്പര്യത്തെയും വ്യതിയാനത്തെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജീൻ എന്താണെന്ന് പോലും അറിയാതിരുന്നൊരു കാലത്ത് ജനിതക ശാസ്ത്രത്തിന് ഇത്രയും നല്ല അടിത്തറയിട്ട അദ്ദേഹത്തെ ഫാദർ ഓഫ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാൻ? ജോൺ ഗ്രിഗർ മെൻഡൽ ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. ജീൻ ബാപ്റ്റിസ്റ്റ് ഡി ലാമാർക്ക്. പരിണാമ സിദ്ധാന്തം പഠിക്കുമ്പോൾ ജീൻ ബാപ്റ്റിസ്റ്റ് ഡി ലാമാർക്കിനെ കുറിച്ച് പറയാതെ പോകാനേ പറ്റില്ല. അദ്ദേഹം പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഫാദറൊന്നുമല്ല. ജീൻ ബാപ്റ്റിസ്റ്റ് ഡി ലാമാർക്ക്, അതായത് ചാൾസ് ഡാർവിനാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതെങ്കിലും ജീൻ ബാപ്റ്റിസ്റ്റ് ഡി ലാമാർക്കിൻ്റെ സംഭാവനകളും ഒട്ടും തന്നെ കുറച്ച് കാണാൻ പറ്റാത്തതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഉപയോഗ നിരുപയോഗ നിയമം അഥവാ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറിയാണ്. ഒരവയവം സ്ഥിരമായി ഉപയോഗിച്ചാൽ അത് നന്നായി ഡെവലപ്പ് ചെയ്യുമെന്നും അത് ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകുമെന്നും ജീൻ ബാപ്റ്റിസ്റ്റ് ഡി ലാമാർക്ക് കണ്ടെത്തി. ലാമാർക്ക് എന്ന് നമുക്ക് വിളിക്കാം, അദ്ദേഹത്തെ ലാമാർക്ക് എന്ന് വിളിക്കാം. ഒരവയവം നന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നന്നായി ഡെവലപ്പ് ചെയ്യുമെന്നും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകുമെന്നും അദ്ദേഹം കണ്ടെത്തി. ഇതാണ് ഉപയോഗ നിരുപയോഗ നിയമം. അതിൽ അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിളും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ജിറാഫിൻ്റെ കഴുത്തെന്ന് പറയുന്നത് മാനുകളെ പോലെ ചെറിയ കഴുത്തായിരുന്നു. താഴെയുള്ള പുല്ലുകളൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ കഴുത്ത് നീണ്ടാണ് ജിറാഫ് ഉപയോഗിച്ചാണ് ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടത് എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. മറ്റൊരു ഉദാഹരണം എന്താണെന്നറിയോ? മറ്റൊരു ഉദാഹരണം പാമ്പിൻ്റെ കാലുകളാണ്. പാമ്പിന് പണ്ട് കാലുകളുണ്ടായിരുന്നു എന്നും അവ ഇഴഞ്ഞു നീങ്ങുന്ന സമയത്ത് ഈ കാലുകൾ അവർക്കൊരു ഉപദ്രവം അല്ലെങ്കിൽ ഹിൻഡ്രൻസ് ആയിരുന്നു. അപ്പോൾ അത് ഉപയോഗിക്കാതെയാണ് പാമ്പുകൾക്ക് കാലില്ലാതായതെന്നും അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ തിയറി. രണ്ടാമത്തെ തിയറി പറയുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്, സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണം എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമ്മുടെ ജീവിതകാലത്തിനിടയ്ക്ക് 2 തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവും. ഒന്ന് അക്വയർഡ് ക്യാരക്ടറും 2 ഇൻബോൺ ക്യാരക്ടറും. നമുക്ക് ജന്മനാ കിട്ടുന്ന സ്വഭാവങ്ങളും അതുപോലെ തന്നെ ആർജിച്ചെടുക്കുന്ന സ്വഭാവങ്ങളും. ഈ ആർജിച്ചെടുക്കുന്ന സ്വഭാവങ്ങൾ എല്ലാം തന്നെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്നാണ് ലാമാർക്ക് സ്ഥാപിച്ചത്. അങ്ങനെ ലാമാർക്കിൻ്റെ 2 സിദ്ധാന്തങ്ങളായിരുന്നു യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി അല്ലെങ്കിൽ ഉപയോഗ നിരുപയോഗ നിയമം. രണ്ടാമത്തത് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണം. ഇത് പറയുമ്പോൾ ഒരാളെയും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. അത് ഓഗസ്റ്റ് വീസ്മാൻ ആണ്. ഓഗസ്റ്റ് വീസ്മാൻ്റെ ജേം പ്ലാസം തിയറിയാണ്. ഓഗസ്റ്റ് വീസ്മാൻ്റെ ജേം പ്ലാസം തിയറി എന്ന് പറഞ്ഞാൽ ജേം പ്ലാസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ. അതായത് ജേം പ്ലാസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് ഓഗസ്റ്റ് വീസ്മാൻ കണ്ടെത്തി. അതിനായി അദ്ദേഹം 20 ജനറേഷനിലുള്ള എലികളുടെ വാല് മുറിച്ചു. എന്നിട്ട് 21ാമത്തെ ജനറേഷനിലെ എലിക്ക് വാലുണ്ടായിരുന്നു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജേം പ്ലാസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മാത്രമാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇതാണ് ഓഗസ്റ്റ് വീസ്മാൻ്റെ ജേം പ്ലാസം തിയറി. സോ ജീൻ ബാപ്റ്റിസ്റ്റ് ഡി ലാമാർക്ക് കണ്ടുപിടിച്ചത് ഒരു ഉപയോഗ നിരുപയോഗ നിയമവും അതുപോലെ സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണവുമാണ്. ഇനിയാണ് കോൾ ലിനേയസ്. കോൾ ലിനേയസിനെ കുറിച്ച് പറയുമ്പോൾ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് കോൾ ലിനേയസ്. ഏറ്റവും പ്രധാനപ്പെട്ട നാമകരണ പദ്ധതി എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ കണ്ടുപിടിച്ചത് കോൾ ലിനേയസ് ആണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്ക് 2 പേരുകൾ. ഉദാഹരണത്തിന് മനുഷ്യൻ ഹോമോസാപ്പിയൻസ്, മാംഗോ മാഞ്ചിഫറ ഇൻഡിക്ക, ലയൺ പാന്തറ ലിയോ, ടൈഗർ പാന്തറ ടൈഗ്രിസ്. ഇതിൽ 2 പേരുകൾ വെച്ച് ഒരു ജീവിക്ക് പേര് നൽകുന്ന രീതിയാണ് നാമകരണ പദ്ധതി അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആവിഷ്കരിച്ചത് കോൾ ലിനേയസ് ആണ്. അപ്പോൾ കോൾ ലിനേയസിനെ തന്നെയാണ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് സിസ്റ്റമ നാച്ചുറേ സ്പീഷീസ് പ്ലാന്റേറം. അപ്പോൾ നമ്മൾ കുറച്ച് സയൻറ്റിസ്റ്റുകളെ കുറിച്ചാണ് പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു 5 സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പഠിച്ചു. HSA നാച്ചുറൽ സയൻസസ് സിലബസുമായി ബന്ധപ്പെട്ട. ഇനിയും നമുക്ക് കാണാം മറ്റു ചില സയൻറ്റിസ്റ്റുകളുമായി. നന്ദി, നമസ്കാരം.